ഹലോ സുഹൃത്തുക്കളെ, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഹെയർ ഓയിലാണ്. മുടി നന്നായി തഴച്ച് വളരാനും മുടി കൊഴിച്ചിലിനും ഒക്കെ വേണ്ടിയുള്ള ഒരു ഹെയർ ഓയിലാണ്. അതിനുവേണ്ടിയുള്ള സാധനങ്ങളാണ് ഇന്ന് നമ്മൾ കളക്ട് ചെയ്യുന്നത്. ചെമ്പരത്തിപ്പൂ, ചെത്തിപ്പൂ, അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങളാണ് നമുക്ക് വേണ്ടത്. ചെത്തിപ്പൂവും ചെമ്പരത്തിപ്പൂവും ഒക്കെ നമുക്ക് ഇവിടെ സുലഭമായിട്ട് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ കിഴുതാർനെല്ലി നമുക്കിവിടെ സുലഭമായിട്ട് കിട്ടുന്നുണ്ട്. അത് ഹെയർ ഓയിലിന് നല്ലൊരു ഐറ്റമാണ്. അതുപോലെ കറ്റാർവാഴയും നമുക്ക് ആവശ്യമുണ്ട്. ചുമക്കുറുക്കയും റോസ്മേരി, അതുപോലെ തുളസിയില, അതുപോലെ തന്നെ നമുക്ക് വേണ്ടത് കരിവേപ്പിലയാണ്. കരിവേപ്പില മുടിയുടെ കറുത്ത നിറത്തിന് വളരെ നല്ലതാണ്. ഇതെല്ലാം നമുക്ക് ഒന്ന് റെഡിയാക്കി എടുക്കേണ്ടതുണ്ട്. കറ്റാർവാഴയുടെ മുള്ളെല്ലാം കളഞ്ഞ് റെഡിയാക്കി എടുക്കണം. കറ്റാർവാഴ ഞാൻ 5 തണ്ടോളം എടുത്തിട്ടുണ്ട്. നമ്മൾ 3 ലിറ്റർ എണ്ണയാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. കറിവേപ്പില എത്ര എടുക്കുന്നോ അത്രയും നല്ലതാണ്. ചെമ്പരത്തിപ്പൂവിൻ്റെ അതെല്ലാം ഒന്ന് റെഡിയാക്കി എടുക്കേണ്ടതുണ്ട്. ചെമ്പരത്തിപ്പൂ നമ്മൾ ചേർക്കുന്നത് തലമുടിക്ക് നല്ല ഒരു മിനുസവും കാര്യങ്ങളും കിട്ടാൻ വേണ്ടിയാണ്. ചുമക്കുറുക്കയില നമുക്ക് നല്ലതാണ്. അതുപോലെ തന്നെ ഞാൻ ഉലുവ ഇന്നലെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഒന്ന് കുതിർത്ത ശേഷം അതും കൂടി നമുക്ക് അരച്ചെടുക്കാവുന്നതാണ്. ഓറഞ്ചിൻ്റെ തൊലി എടുത്തിട്ടുണ്ട്. ഇതെല്ലാം നല്ലതാണ്. ഇനി നമുക്ക് ഇതിൻ്റെ കൂടെ നമുക്ക് ചെറിയ ഉള്ളി, അതുപോലെ നെല്ലിക്ക, കയ്യൂന്യം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നമ്മുടെ ഹെയർ ഓയിലിനകത്ത് ചേർക്കാവുന്നതാണ്. അത് ഇന്ന് എനിക്ക് കിട്ടിയില്ല. അതുകൊണ്ട് എനിക്ക് കിട്ടിയത് വെച്ചാണ് ഞാനിന്ന് ഹെയർ ഓയിൽ ഉണ്ടാക്കുന്നത്. ഇനി എല്ലാം കൂടി നമുക്കൊന്ന് അരച്ചെടുക്കേണ്ടതുണ്ട്. എല്ലാം കുറേശ്ശെ ഇട്ട് വേണം അരച്ചെടുക്കാൻ. ഒരു ജാറിൽ മൊത്തം കൊള്ളത്തില്ല. ഞാൻ നല്ല നാടൻ വെളിച്ചെണ്ണയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഓർഗാനിക് വെളിച്ചെണ്ണയാണ്. നിങ്ങൾക്കും അത് കിട്ടുമെങ്കിൽ അത് തന്നെ ഉപയോഗിക്കുക. ഇനി നമുക്ക് എണ്ണ ഇതിലേക്ക് ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം നമുക്ക് സ്റ്റൗവിൽ വെക്കാവുന്നതാണ്. സ്റ്റൗവിൽ വെച്ച് ഹൈ ഫ്ലെയിമിൽ ഇട്ട് തിളപ്പിച്ച ശേഷം ലോ ഫ്ലെയിമിലിട്ട് വേണം നമ്മളിത് റെഡിയാക്കി എടുക്കാൻ. ഏകദേശം 1 മണിക്കൂറോ 1.5 മണിക്കൂറോളം സമയമെടുക്കും. സ്ലോ ഫ്ലെയിമിൽ വേണം നമ്മളിത് ചെയ്യാൻ. ഈ കുമളകൾ നിൽക്കുമ്പോഴാണ് ഏകദേശം ഓയിൽ റെഡിയാകുന്നത്. അപ്പോൾ ഏകദേശം നമ്മുടെ കുമളകളൊക്കെ നിന്നിട്ടുണ്ട്. എണ്ണ ഏകദേശം റെഡി ആയിട്ടുണ്ട് എന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. നല്ല എഫക്റ്റീവായിട്ടുള്ള ഒരു ഹെയർ ഓയിലാണ് കേട്ടോ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നത്. പിന്നെ നമുക്ക് കുപ്പിയിലേക്ക് മാറ്റി വെക്കാവുന്നതാണ്. കുട്ടികളെല്ലാം ഈ ഹെയർ ഓയിലാണ് വർഷങ്ങളായിട്ട് ഉപയോഗിക്കുന്നത്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. സീ യു നെക്സ്റ്റ് ടൈം. അതുപോലെ തന്നെ എണ്ണയുടെ മണത്തിന് വേണ്ടി ഞാൻ കർപ്പൂരവും ഉപയോഗിക്കുന്നുണ്ട്. കർപ്പൂരം പൊടിച്ചിട്ട് അതിലേക്ക് നമുക്ക് എണ്ണ പകർന്നു മാറ്റാവുന്നതാണ്. താങ്ക് യു. ബായ്.